ഡേവിസ് സാമൂഹിക പ്രവർത്തനം റിട്ടയർ ചെയ്തോ? ഡേവിസ് റിട്ടയർ ചെയ്തു കഴിഞ്ഞ വർഷം. അത് പറയാൻ ഇഷ്ടമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എവിടുന്നാ റിട്ടയർ ചെയ്ത്? ഏലൂര് പരിസ്ഥിതി പ്രശ്നമുണ്ടോ ഡേവിസ്? പരിസ്ഥിതി പ്രശ്നം മുൻകാലങ്ങളിലുള്ള പോലെ ഇല്ല, പക്ഷെ കുറഞ്ഞിട്ടുണ്ടോ? പുഴ നമ്മുടെ പെരിയാറൊക്കെ പൊള്യൂട്ടഡ് ആയി എന്ന് പറയുന്നു. കേട്ടപ്പോ എനിക്ക് വലിയ വിഷമമായി. ശരിയാണ്. കാരണം എന്താ പറയാ, പെരിയാറ് കൂലം കുത്തി ഒഴുകുന്ന സമയത്ത് പോലും നമ്മള് പെരിയാറിൽ കയറിയിട്ടുണ്ട്. ചേട്ടാ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ? ചേട്ടാ കച്ചവടം നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രതിസന്ധിയിലാണ്. ഞങ്ങൾ 10-65 കൊല്ലം ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് കമ്പനിയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കണ്ണീരിന്റെ പുറത്ത് റീടെൻഡർ ചെയ്യരുത് പറഞ്ഞു. ഞങ്ങള് പട്ടിണിയാക്കുമെന്ന് തോന്നണ്. പുതിയ ടെൻഡർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? കറക്റ്റാ. അപ്പൊ അവരുടെ കണ്ണീര് നിങ്ങൾ കാണാൻ ഇപ്പൊ സാറിന് വാടകക്ക് തന്നിരിക്കുന്ന കെട്ടിടത്തില് ഒരു സുപ്രഭാതത്തിൽ വന്നിച്ച് ഒഴിഞ്ഞു മാറി കൊടുക്കണമെന്ന് പറഞ്ഞ് നടക്കും. മുൻകൂട്ടി പറയണ്ടേ? അത് ഇവരുടെ ജീവിതമാണ്. നമ്മളതുകൊണ്ട് കമ്പനി ഒന്ന്, എനിക്കറിയാം കമ്പനിക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും അതൊന്ന് പരിഗണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് നമ്മൾ, ഏലൂരിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ്. ഒരുപാട് നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം എന്തൊക്കെയാ വിശേഷങ്ങള്? നല്ല വിശേഷം. പേര് പറഞ്ഞില്ല. വിശ്വംഭരൻ. ഇതൊന്നും എന്നെ നേതാവാക്കാൻ പോണു. എന്താ പേര്? രഘു. രഘു അല്ലേ? രഘു ജീവിതമൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ടോ? സുഖമായിട്ട് പോണു. ഓക്കെ. ഇതിന് പൈസ വല്ലതും ചെലവഴിച്ചോ ഈ ഷാൾ ഇടാൻ വേണ്ടി? ഓക്കെ. എന്താ പേര്? എങ്ങനെയാണ് നമ്മള് കൊച്ചിയിലെ ഓട്ടോ എങ്ങനെ ഏലൂരൊക്കെ നന്നായി ഓടുന്നുണ്ടോ? എന്താ അവസ്ഥ? വളരെ മോശമാണ്. വളരെ മോശമാണ്. എന്ന് വെച്ചാ അത്യാവശ്യം ആൾക്കാരുടെ കയ്യിലൊന്നാമത്തെ പൈസ ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരുടെ വീട്ടിലും ഓരോ ടൂ വീലറും കൂടിയൊക്കെ ആയിട്ടുണ്ട്. ഈ വാട്ടർ മെട്രോ ഒക്കെ വന്ന് പറയായോ? ഇല്ല, അതിലും ഒന്നും തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇലക്ഷൻ ഒക്കെ എന്താ? ഇലക്ഷൻ ചൂടായി വരുന്നുണ്ടല്ലേ? അടിപൊളിയാ. സ്ഥാനാർത്ഥികളൊക്കെ വന്നോ? ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് വോട്ടർമാർക്ക് വലിയ മാർക്കറ്റ് ഉള്ളത്. നന്നായിട്ട് ഉപയോഗിച്ചോണം. നിങ്ങൾക്കുള്ള ഡിമാൻഡ് എല്ലാം ചോദിച്ചോണം. അതെല്ലാം എഴുതി വെച്ച് വോട്ട് ചെയ്താൽ മതി. ഓക്കെ, ശരിയാണ്. ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ മാത്രമാണ് നമുക്ക് വരുത്തി ചേർത്ത ചിരിയുമായി വരുന്ന നേതാക്കന്മാരെ പ്രത്യേകിച്ച് തിരിച്ചറിയണം. ഇല്ലയോ? കോരന്റെ കുമ്പിൾ കഞ്ഞി പോരാ. കാരണം നമ്മള് ഓട്ടോ ഇല്ല, കാര്യങ്ങളും ഇല്ല, ഒരു കാര്യങ്ങളും നടക്കണമില്ല. ഓക്കെ, നമുക്കിനിയിപ്പോ തൊഴിലാളികളുടെ പ്രശ്നം, അതല്ല തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ അടിച്ചു തുടങ്ങി. രാവിലെ അത്യാവശ്യം ഇവിടെയൊക്കെ ചൂടുണ്ട്. ചേട്ടന്റെ ലൈവായിട്ടാ ചേട്ടന്റെ സെൽഫി പോകുന്നത് കേട്ടോ.